Minutes Fun Starലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ചുങ്കു ജ്വല്ലറി 5 Minutes Fun Starന്റെ ഫിലിം ക്യാരക്ടർ റൗണ്ടിൽ എത്തുന്ന ടീം സലാപം. ഇവിടെ എന്ത് നോക്കിക്കൊണ്ടിരിക്കുക? എടാ വല്ല യക്ഷിയോ ഗന്ധർവനൊക്കെ ആണിയിട്ട് വെച്ചിട്ടുണ്ടോ നോക്കുമായിരുന്നു. മരത്താലോ? ആ അപ്പൊ നീ ഇത്ര നേരം അതാണോ നോക്കിയത്? നീ എന്താ വിചാരിച്ചത്? നിനക്കൊക്കെ പട്ടുണ്ടോ ഈ കാലത്ത്? ആരെങ്കിലും ഒക്കെ ഈ യക്ഷി പ്രേതയൊക്കെ പേടിച്ച് നടക്കും? ആരെങ്കിലും പറയില്ല ഒന്നും. ആണോ നടക്കുന്നത്? അയ്യോ ഞാൻ ആ മരത്തിന്റെ മണ്ടയ്ക്ക് ഗന്ധർവനെ പേടിച്ച് നടക്കുന്നത്. എടാ ഇന്ന് സ്റ്റേജിൽ ഗന്ധർവൻ കയറുള്ളതാണോ? അയ്യോ ശരിയാ, ഗന്ധർവനെ ഭയങ്കര പേടിയാ. നിങ്ങക്ക് പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം ഞാൻ ഗന്ധർവൻ എന്ന സിനിമയുടെ കോമഡി വെർഷനായി ഞാൻ ചന്ദ്രപ്പനാണ്. ഞങ്ങളുടെ ടീമിന്റെ പേര് സല്ലാപം. ഞാൻ ഗന്ധർവൻ, മലയാള സിനിമയിലെ അതുല്യ ചലച്ചിത്ര പ്രതിഭ. പി പത്മരാജൻ മലയാളത്തിനു നൽകിയ മെഗാ ഹിറ്റ് സിനിമ. ഈ ഗന്ധർവനെ ഞങ്ങൾ ഞങ്ങളുടെ നർമ്മഭാവനയിൽ അവതരിപ്പിക്കുന്നു. ഞാൻ ചന്ദ്രപ്പൻ. കടല 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 കടലേ വിളിച്ചു കൂവണ്ട, ഞങ്ങൾ കണ്ടു ഇത് കടലാന്ന്. ഒരു തടിപ്പാവയാണല്ലോ ഇത്. അയ്യോ എന്റെ കോങ്കണ്ണ് കുത്തി പൊട്ടിച്ചല്ലോ. എന്തൊരു തഴമ്പാടി കൊച്ചതിന്റെ കൈക്ക്. അയ്യേ, എവിടുന്ന ഈ വൃത്തികെട്ട ശബ്ദം? ദേ വരുന്നു. ഏയ് കൊച്ചു കള്ള, നിന്റെ ശബ്ദം തന്നെയാണോ ഞാൻ കേട്ടത്? നമുക്കെന്റെ വീട്ടിലേക്ക് പോകാം. മരത്തൊരു തിരിവെക്കാൻ ആരുമില്ലാണ്ടായോ? എല്ലാത്തിനും ഈ കിളവ് തന്നെ വേണമെന്ന് വെച്ചാ എന്താ ചെയ്യുക? രാമ 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 നിന്റെ ഈ അഹങ്കാരം. അയ്യോ മുത്തശ്ശി, എന്റെ ഫോണേ റിങ് ചെയ്തതാ. പ്രായപൂർത്തിയായ പെൺപിള്ളേര് രാത്രി പുറത്തിറങ്ങി നടന്നാലേ ഗന്ധർവന്മാരുടെ ശല്യമുണ്ടാവും. ഗന്ധർവന്മാരോ? അതെന്താ മുത്തശ്ശി? മക്കളെ, ഗന്ധർവന്മാരെന്ന ദേവലോകത്തെ ഭജനപ്പാട്ടുകാരാ. അവര് പാടുന്ന പാട്ടിന്റെ സംഗതിയിലും വെള്ളിയിലും പിച്ചളയിലും ഭൂമിയിലെ ചില പെണ്ണുങ്ങൾ അങ്ങ് മയങ്ങും. ആ മയക്കത്തിൽ അവരുടെ ചരിത്രവും സാമൂഹ്യപാഠവും കവർന്നെടുത്തിട്ട് അവരങ്ങ് എസ്കേപ്പാവും. അവര് ദേവലോകത്ത് നിന്നാണോ വരുന്നത്? അവര് ചിലപ്പോ കൊല്ലത്തുനിന്നോ കോട്ടയത്തുനിന്നോ കുണ്ടറയിൽ നിന്നും വര. ഈ ഗന്ധർവന്മാര് മുത്തശ്ശിക്ക് വല്ല സമ്മാനം തന്നിട്ടുണ്ടോ? പണ്ട് കരുനാഗപ്പള്ളിയിൽ നിന്നൊരു ഗന്ധർവൻ സമ്മാനിച്ചിട്ട് പോയതാ നിന്റെ തള്ളയെ. ഇപ്പോഴും ഗന്ധർവന്മാരുണ്ട് മുത്തശ്ശി? അതെവിടാ മോളെ? അതാ മുത്തശ്ശി ഇപ്പൊ രാത്രികാലങ്ങളിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തെളിഞ്ഞു വരുന്നത്. ആരാ മുഖത്തേക്ക് ടോർച്ചടിക്കുന്നത്? ഞാൻ ചന്ദ്രപ്പൻ എന്ന ഗന്ധർവൻ. പാവയാകാനും പിടിച്ചുപറിക്കാരനാകാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത പാവപ്പെട്ട ഒരു ഗഹന സഞ്ചാരി. സഞ്ചാരിയോ? എനിക്ക് മനസ്സിലായില്ല. നിന്റെ കയ്യിലിരിക്കുന്ന പാവയ്ക്കുള്ളിൽ ഞാനുണ്ട്. അതിനിങ്ങനെ പാത്തിരുന്ന് സാറ്റ് കളിച്ചാ ഞാൻ എങ്ങനെ കാണാനാ? എങ്കിൽ ഞാനിതാ എത്തിക്കഴിഞ്ഞു. അയ്യേ, ഇതാരാ? ഞങ്ങളങ്ങ് മുകളിൽ നിന്നും വരുന്ന ആൾക്കാരാന്നേ. മുകളിൽ നിന്ന് വരുന്ന ആൾക്കാരോ? ഭൂമിയിൽ വന്ന് കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളെയൊക്കെ കൈയും കാലും കാണിച്ച് വളച്ചിട്ട് കാര്യം സാധിച്ചു കഴിയുമ്പോൾ പൊടിയും തട്ടി പോകുന്ന ആൾക്കാരാന്ന്. ഓ ഗന്ധർവൻ. ഓ ഗന്ധർവനല്ല, ഞാൻ ചന്ദ്രപ്പൻ. ഈ ഗന്ധർവനെ ഞാൻ എന്താണ് വിളിക്കേണ്ടത്? നിനക്കെന്നെ ചന്ദ്രപ്പേട്ട എന്ന് വിളിക്കാം. കൊച്ചിന്റെ പേരെന്താ കൊച്ചെ? എന്റെ പേര് മായ. ഹായ് മായ. ചന്ദ്രപ്പ, നിന്നെ ചുഴന്നു നിൽക്കുന്ന വിപത്തുകളെ പറ്റി മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ദേവലോകത്തെ അനൗൺസറായ ഞാൻ നിന്നെ വിളിച്ചത്. അവന്റെ ആസ്ഥാനത്തുള്ള ഒരു അനൗൺസ്മെന്റ്. സോറി അനിയ, നിന്നെ നാം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ല ചന്ദ്രപേട്ട, ആരാത്? ഒന്നും പറയണ്ടടി മായ, അതാ മുകളിൽ നിന്നും വരുന്ന ആൾക്കാരാന്നേ. ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ മുതൽ ഇമാർക്ക് എന്നെ കാണുന്നത് ഭയങ്കര കണ്ണുകടിയാ. നമുക്ക് നമ്മുടെ ലോകത്തേക്ക് കടക്കാം എന്റെ മായേ. എന്റെ ചന്ദ്രപേട്ട. ദേവി ആത്മരാഗമേക കന്യാവനിയിൽ. ചന്ദ്രപേട്ട, നിങ്ങളെന്തിനാ ഈ തല റാവിച്ചിരിക്കുന്നത്? മാവക്കാൻ പറ്റാത്തത് കൊണ്ട്.
ചന്ദ്രപേട്ട നീ നോക്കിക്കേ, എന്റെ അച്ഛൻ വരുന്നു. എങ്കിൽ ഞാൻ മായായിട്ടിരിക്കാം. അതെങ്ങനെ? ഞാനല്ലേ മായ? അതല്ല പറഞ്ഞത്, മാഞ്ഞ് ആ പാലച്ചുവട്ടിൽ പോയി മറഞ്ഞിരിക്കാമെന്നാ പറഞ്ഞത്. മാഞ്ഞിരിക്കുമെങ്കിൽ പിന്നെന്തിനാ പാലച്ചോട്ടിൽ പോയി മറഞ്ഞിരിക്കുന്നത്? അഥവാ തെളിഞ്ഞു വന്നെങ്കിൽ മറയായിട്ട് ഈ പാലയുണ്ടല്ലോ. മായേ, ദൈവമേ, തെളിഞ്ഞെന്ന് തോന്നുന്നല്ലോ. ആ മായല്ല വിളിച്ചത്, എന്നെയാ വിളിച്ചത്. രക്ഷപ്പെട്ടു. മോളെ മായേ, നീ എന്തെടുക്കുവാ? ഞാൻ പഠിക്കുവാ അച്ഛാ. ദേവലോകത്തെ ഗന്ധർവനെ കുറിച്ച് റിസർച്ച് ചെയ്തോണ്ടിരിക്കാ. ഗന്ധർവനോട് എമ്പതിയാവാം, പക്ഷേ സിമ്പതിയാവരുത്. അച്ഛനെങ്ങോട്ടാ? അമ്മയോട് പറയണ്ട, ദാ ഇവിടെ വരെ. മായേ, പോയോടി നിന്റെ അച്ഛൻ. അച്ഛനെ ചന്ദ്രപേട്ടൻ എങ്ങനെ അറിയാം? പണ്ട് ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന ഒരു പെങ്കൊച്ചിനെ നിഷ്കരണം പിച്ചി ചീന്തിയിട്ട് അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ എന്ന് പറഞ്ഞ മഹാപാവിയല്ലേടി നിന്റെ അച്ഛൻ. അങ്ങനെയുള്ള അച്ഛന്റെ മകളായ എന്നെ ചന്ദ്രപേട്ടന് വെറുപ്പാണോ? അതിന് നിന്റെ അച്ഛനെ അല്ലല്ലോ, നിന്നെയല്ലേ ഞാൻ സ്നേഹിക്കുന്നത്. എന്റെ മായേ, അതെ ചന്ദ്രപേട്ട, നിങ്ങൾ ഭയങ്കര മാന്ത്രിക ശക്തി ഉള്ളവരാണെന്നല്ലേ പറഞ്ഞത്? നിന്നോട് ആരായി നുണയെല്ലാം പറഞ്ഞത്? നുണയല്ല, നിങ്ങൾ ഗന്ധർവന്മാര് വിരൽ ഞൊടിച്ചാൽ എണ്ണിയാലൊടുങ്ങാത്ത പറവകളും മിന്നാമിനുങ്ങളും പ്രത്യക്ഷപ്പെടുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എടി, അതൊക്കെ വന്നു നിനക്കിപ്പോ അത് കാണിച്ചു തരണമല്ലേ? ഏകപട ത്രിപട പഞ്ചപട പറക്ക പറക്ക പുളുക്കു പുളുക്കോ വരട്ടെ പറവകൾ. പറവകളെന്ന് പറഞ്ഞിട്ട് കൊച്ചി കോർപ്പറേഷനിലെ കൊതുകുകൾ മൊത്തം ഉണ്ടല്ലോ. ഈ കൊതുകും പറവ തന്നെയല്ലേ? അയ്യോ ചന്ദ്രപേട്ട, എന്റെ മുറച്ചെറുക്കം വരുന്നു. ഇവിടെ എങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കിക്കൊണ്ട് വരുമ്പോൾ ഇവനൊക്കെ കേറി വരാൻ കണ്ട സമയം. മായേ, ഞാൻ പഴയ സ്ഥലത്ത് തന്നെ പോയി പാത്തിരിക്കാം. മായേ, നീ ആരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഈ പാവയോട് സംസാരിച്ചതാ. പാവയോ? സംസാരിക്കുന്ന പാവയോ? ഇതാണ് കള്ളം പറഞ്ഞ കല്ലെടുത്തെറിയുന്ന പാവ. അമേരിക്കൻ പാവയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കല്ലെടുത്തെറിയുന്ന പാവ ഞാൻ ആദ്യമായി കേൾക്കുക. നമ്മുടെ കല്യാണ കാര്യം ഞാൻ അമ്മാവനോട് സംസാരിച്ചിട്ടുണ്ട്. മായേ, ഇവിടെ ശരിക്കും ഒരു ജാതകരുണ്ടെന്നാ തോന്നുന്നത്. മായേ, നിനക്കറിയാവോ, കയ്യിന്ന് വിട്. നിന്നെ അല്ലാതെ ഒരു പെൺകുട്ടിയുടെ മുഖത്തോലും ഞാൻ നോക്കിയിട്ടില്ല. മായേ, ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ഇവിടെ കല്ലുമഴ പെയ്യുന്ന ഉറപ്പാ. അതുകൊണ്ട് ഞാൻ പോവാ മായേ. പോയോടി നിന്റെ മുറച്ചിറക്കൻ. പോയി. ദേവലോകത്തെ അനൗൺസ്മെന്റ് ആണ്. നിന്റെ 2ാം യാമം കഴിഞ്ഞിരിക്കുന്നു. നീ ഭൂമിയെ ഉപേക്ഷിക്കുന്നതിന് മുൻപേ ഇവളെ പങ്കിലയായി തള്ളിക്കളഞ്ഞില്ലെങ്കിൽ നീ മനുഷ്യനോ ഗന്ധർവനോ അല്ലാതെ ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ജീവിയായി കോടി ദിനങ്ങൾ കഴിയേണ്ടി വരും. മായേ, എനിക്ക് പോകാൻ സമയമായി മായേ. നമുക്കൊന്നാകാം മായേ. മധുവിധുരാംഗളെ സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്ത അവിടെ കിടന്ന് കൂവണ്ട, ഞാൻ അങ്ങോട്ട് വരുവാ. നീ ഇങ്ങോട്ടൊന്നും വരണ്ട. അതെന്താ? എടാ, നിന്നെ പോലെ 10-12 ഗന്ധർവന്മാരെ ഞാൻ ഭൂമിയിലോട്ട് വിട്ടതാ. ഒറ്റ ഒരുത്തൻ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. ആകപ്പാടെ വിശ്വാസം ഉണ്ടായിരുന്ന നീ മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് പകരം ഞാനൊരു ബംഗാളിയെ ഇവിടെ ഗന്ധർവനായിട്ട് പോസ്റ്റ് ചെയ്തു. സുന്ദർലാൽ ചാറ്റർജി. എടാ, ബംഗാളികൾ ചെയ്യാത്ത പണിയുണ്ടോടാ? ചതിച്ചല്ലോടാ. നീയൊക്കെ ഇവിടെ വന്ന് ടാറ് പണിയും മൈക്കാട് പണിയും പെയിന്റിങ്ങും ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ദേവലോകത്ത് കയറി ഞങ്ങളെ കഞ്ഞുകുടി മുട്ടിച്ചല്ലോടാ. മായേ, ഞാൻ ഇനി എന്ത് ചെയ്യും മായേ? ചന്ദ്രപേട്ട വിഷമിക്കണ്ട, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം. വർഷങ്ങൾക്ക് ശേഷം ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ആരും എങ്ങും പോവരുത്, ഞങ്ങൾ ദാണ്ടെ വന്നു. നമ്മുടെ സിനിമ ഇല്ല ഒരുമ, ബാലനിൽ തുടങ്ങിയ സിനിമ ഇന്ന് കാലന്റെ പിടിയിലാണ് സിനിമ. ഇവര് കുറെ നേരമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു ഷൂട്ട് നടക്കണം, മിണ്ടാതിരി എന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ആ പഴയ ഫോട്ടോ കണ്ടപ്പോ എന്തുകൊണ്ട് ഞാൻ ഇത് നേരത്തെ കണ്ടില്ല എന്ന് തോന്നി. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണീ തിടുക്കം
നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ തുമ്പപ്പൂ നിറമുള്ള മുത്തുമണി ചോറുണ്ടേ ഉപ്പിലിട്ട മാങ്ങയുണ്ടേ ഉണ്ണാൻ വാ മച്ചുന്നാരെ വിളിച്ചുകൊണ്ട് ചോറ് കൊടുത്തോ ചേച്ചി ഉണ്ണാൻ വാ ചെല്ലു 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 പ്രസാദേട്ടാ.